നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളി. 21/4/2026 ചൊവ്വാഴ്ച വൈകിട്ട് സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുകയാണ്. അതേസമയം റബ്ബർ വില വീണ്ടും ഉയരത്തിലേക്ക് പോവുകയാണ്. ഇനി റബ്ബർ വില കോട്ടയം മാർക്കറ്റ് വില നോക്കുമ്പോൾ RSS 4 കിലോ 234, RSS 5 കിലോ 230, ISN 20 201, ലാറ്റക്സ് 60 വണ്ടി ആൽസിന് 158 രൂപ 50 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 234, RSS 5 കിലോ 230. ഇതാണ് വൈകിട്ടത്തെ കൊച്ചി വില. ഇനി അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 224, RSS 5 കിലോ 221. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 251 രൂപ 50 പൈസ, RSS 5 കിലോ 251 രൂപ 6 പൈസ. ഇതാണ് വൈകിട്ടത്തെ റബ്ബർ വില. ഈ മാറ്റമില്ലാത്ത സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 14,235, ഒരു പവൻ 1,13,880. അതുപോലെ 24 ക്യാരറ്റ് 15,529, ഒരു പവൻ 1,24,232. അതുപോലെ 18 ക്യാരറ്റ് 1 ഗ്രാം 11,647, ഒരു പവൻ 93,176. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. എന്തായാലും ചൂട് കൂടിയ സമയത്ത് മാളങ്ങളിൽ ഇരിക്കാൻ വയ്യാതെ പാമ്പുകളും നാട്ടിലിറങ്ങി, പ്രത്യേകിച്ച് വീടിൻ്റെ അരികത്തും അകത്തൊക്കെ വരികയാണ്. കാര്യം തണലിനെ പറ്റി തണുപ്പറിയാൻ വേണ്ടി. ആറ്റിങ്ങിൽ പുതിയ പാമ്പ് പിടുത്തക്കാരെത്തി. അമ്മയും 2 മക്കളും 1 മണിക്കൂർ കൊണ്ട് 3 ചേർന്ന് പിടികൂടുന്നത് 8 അണലി കുഞ്ഞുങ്ങളെയാണ്. 8നെയും പിടിച്ച ഉടൻ തട്ടിയെന്ന് മാത്രം. നാട്ടിലെ അറിയപ്പെടുന്ന പാമ്പ് പിടുത്തക്കാരനായി 3 മാത്രം ബാക്കി വെച്ച് സ്റ്റാറായി പൂച്ചമ്മയും മക്കളും. ആറ്റിങ്ങിൽ ഇപ്പോൾ സ്റ്റാർ പരിവേഷമാണ് തുമ്പിക്കോട്ടമിണം ചെല്ലം വീട്ടിൽ നിഷയുടെ വീട്ടിലെ അമ്മപ്പൂച്ചയ്ക്കും 2 മക്കൾക്കും. നിഷയുടെ വീട്ടിലെ നാടൻ പൂച്ചകളാണ്. വീടിന് സമീപം കാട് കയറി കിടക്കുന്ന പുരയിടത്തിൽ നിന്ന് പാമ്പിൻ്റെ തലയിൽ കടിച്ചു കുടഞ്ഞ് മുറ്റത്തേക്ക് കയറി വരുന്ന തള്ളപ്പൂച്ചയാണ് നിഷ ആദ്യം കണ്ടത്. പിന്നാലെ നോക്കുമ്പോൾ വരിവരിയായി 2 പൂച്ച കുഞ്ഞുങ്ങളും പാമ്പുകളുമായി കയറി വന്നു. തിരികെ പോയ വെള്ളപ്പൂച്ച വീണ്ടും പാമ്പിനെ പിടിച്ചു കൊണ്ടുവന്നതോടെ നിഷ മറ്റുള്ളവരെ വിവരം അറിയിക്കുകയും പാമ്പ് പിടുത്തക്കാരനും വന്നു. പൂച്ചകൾ പിടികൂടിയ 8 പാമ്പുകളും ചത്തുപോയി. പുരയിടത്തിൽ അവശേഷിച്ച 3 പാമ്പും കുഞ്ഞുങ്ങളെ രാജേഷ് ജീവനോടെ പിടികൂടി. വീടിന് സമീപം അണലിക്കൂട്ടം കിടന്നിരുന്നുവെന്നതിൻ്റെ ഞെട്ടലിലാണ് നിഷയുടെ കുടുംബം. പാമ്പ് ഭീഷണിയിൽ നിന്ന് രക്ഷിച്ച പൂച്ചകൾ ഇപ്പോൾ ഇവരുടെ ഓമനകളാണ്. വിവരം സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ഒരുപാട് പേർ ഈ പൂച്ചകളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ പൂച്ചകളിങ്ങനെ കൊണ്ടുവരുന്ന പാമ്പും കുഞ്ഞുങ്ങളെ ജീവനോടുണ്ടെങ്കിൽ അടുത്തൊക്കെ കൊണ്ടുവരുമ്പോൾ മുറിക്കകത്തൊക്കെ കൊണ്ടുവെക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ കൊണ്ടുവരുന്നത് വളരെ ഡേഞ്ചറുമാണ്. എന്തായാലും നമ്മുടെ വീടും നമ്മുടെ പരിസരവും വൃത്തിയായി സൂക്ഷിക്കാം. കാടുപടലങ്ങളില്ലാതെ പ്രത്യേകമായി സൂക്ഷിക്കുകയും ചെയ്യാം. ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു.